സോ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നമ്പയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്സുകളെ കുറിച്ചാണ്. സോ ഡാറ്റ ടൈപ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് വിവിധ തരത്തിലുള്ള ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. സോ അത്തരത്തിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഡാറ്റയാണോ നമ്മളൊരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് നമ്മൾ സിംപിളി ഡാറ്റ ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിധ തരത്തിലുള്ള ഡാറ്റ നമുക്ക് നമ്പയിൽ ഉപയോഗിക്കാൻ സാധിക്കും. സോ അതിൻ്റെ ഡാറ്റ ടൈപ്പും അതുപോലെ ക്യാരക്ടർ കോഡും അതിൻ്റെ ഡിസ്ക്രിപ്ഷനുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉദാഹരണമായി ഇൻറ്റ് 8 എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ കോഡ് എന്ന് പറയുന്നത് I1 ആണ്. സോ ഇതിൽ 8-ബിറ്റ് സൈൻഡ് ഇൻറ്റിജർ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഇൻറ്റ് അതുപോലെ 8 എന്ന് പറയുന്ന ഒരു സംഖ്യ കാണാൻ സാധിക്കും. സോ 8നെ നമ്മൾ അതിൻ്റെ സൈസാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ സൈസാണ്. സോ ഈ ഒരു ഡാറ്റയുടെ സൈസ് എന്ന് പറയുന്നത് 8-ബിറ്റ് ആയിരിക്കും. സോ അതിനെയാണ് നമ്മളിവിടെ I1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. I എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻറ്റിജർ, 1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈറ്റ്. സോ നമുക്കറിയാം 8-ബിറ്റ് ആണ് 1 ബൈറ്റ് എന്ന് പറയുന്നത്. സോ 8-ബിറ്റ് സൈൻഡ് ഇൻറ്റിജർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് -127 മുതൽ +128 വരെയുള്ള സംഖ്യകൾ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതുപോലെയാണ് ബാക്കിയുള്ള ഇൻറ്റിജർ എല്ലാം 16, 32, 64 ബിറ്റ്സ്. സോ സൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് വലിയ വലിയ സംഖ്യകൾ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതുപോലെയാണ് അൺസൈൻഡ് ഇൻറ്റിജർ. അൺസൈൻഡിൽ നമുക്ക് മൈനസ് വാല്യൂസ് ഉണ്ടായിരിക്കില്ല. അതുപോലെ പിന്നെ വരുന്നതാണ് ഫ്ലോട്ട് ടൈപ്പ്. ഫ്ലോട്ട് ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പോയിന്റ് ഉള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അത് നമ്മളിതുപോലെ പറഞ്ഞ പോലെ സൈസ് കൂടുന്നതിനനുസരിച്ച് വലിയ വലിയ സംഖ്യകൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളതാണ് കോംപ്ലക്സ് നമ്പേഴ്സ്, അതുപോലെ സ്ട്രിംഗ്, യൂണിക്കോഡ് സ്ട്രിംഗ്, അതുപോലെ ബൂളിയൻ തുടങ്ങിയ ഡാറ്റ ടൈപ്പുകളൊക്കെ നമുക്ക് നമ്പയിൽ ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ നമ്പയുടെ ഡോക്യുമെൻറ്റേഷനിൽ പോവുക. നമ്പയുടെ ഡോക്യുമെൻറ്റേഷനിൽ നമ്പൈ ഫണ്ടമെൻറ്റൽസിൽ ഡാറ്റ ടൈപ്സ് എന്ന് കാണാൻ സാധിക്കും. അതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഉദാഹരണമായി നമുക്ക് ഇൻറ്റിജറിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ സോ നമ്മളിവിടെ ഇൻറ്റിജർ എന്ന് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു വിൻഡോയിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഇൻറ്റ് 32 എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ ടൈപ്പ്. ഇൻറ്റ് 32ൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന വാല്യൂസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ഇൻറ്റ് 8 കാണാൻ സാധിക്കും. സോ നമുക്ക് -128 മുതൽ +127 വരെയുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓരോ വാല്യൂസും അതുപോലെ ഇൻറ്റ് 16-ബിറ്റ് ഇൻറ്റിജർ ആണ്. ഇൻറ്റ് 64 കാണാൻ സാധിക്കും. ഇൻറ്റ് 64ൽ ഇത്രയും വലിയ സംഖ്യ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇത്രയും സംഖ്യ മുതൽ ഇത്രയും സംഖ്യ വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ അൺസൈൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 0 to 255. അൺസൈൻഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈനസ് വാല്യൂ ഉണ്ടായിരിക്കില്ല. ഇൻറ്റ് 8ൽ നമുക്ക് 255 വരെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഓരോ ഡാറ്റ ടൈപ്പ് നമുക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് 16 ആണെങ്കിൽ സോ നമുക്ക് ഫ്ലോട്ട് 16 ആണെങ്കിൽ അതിൻ്റെ സൈസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. സോ നമ്മൾ ഫ്ലോട്ടിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് പോയിന്റിന് ശേഷമുള്ള വാല്യൂസ് നമുക്ക് ഇതുപോലെ കൂടും. അതുപോലെ തന്നെ നമുക്ക് വലിയ വലിയ പോയിന്റുള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. നമ്പയുടെ ഡോക്യുമെൻറ്റേഷനിൽ നമ്പർ ഫണ്ടമെൻറ്റ്സിൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്ന ഭാഗത്ത് വന്ന് ഓരോന്നും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നമുക്കിവിടെ ബാക്കിയുള്ള ഡാറ്റ ടൈപ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഒരു അറേയുടെ ഡാറ്റ ടൈപ്പ് എങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. അതുപോലെ രണ്ടാമതായി നമുക്കൊരു സ്പെസിഫൈഡ് നമുക്ക് ഇഷ്ടമുള്ളൊരു ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. മൂന്നാമത് നമുക്കൊരു ഡാറ്റ ടൈപ്പ് ഒരു അറേയുടെ ഡാറ്റ ടൈപ്പ് മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ്. സോ നമ്മൾ ആദ്യം നമ്പർ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമ്മൾ array1 എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. np.array. സോ നമ്മൾ 1, 2, 3, 4, 5 പുതിയൊരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. ശേഷം നമുക്ക് അറേ പ്രിന്റ് ചെയ്ത് നോക്കാം. സാധാരണ ലഭിക്കുന്ന പോലെ ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഡാറ്റ ടൈപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ array1.dtype എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുക, dtype. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഇൻറ്റ് 32 എന്ന് പറയുന്നൊരു വാല്യൂ കാണാൻ സാധിക്കും. സോ നമ്മൾ ഡീഫാൾട്ട് ആയിട്ട് ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റിജർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ 32 ബിറ്റ് ആയിരിക്കും. ഇനി അതുപോലെ നമ്മൾ മറ്റൊരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് ഈ അറേ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അറേ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതിന് നമ്മളിവിടെ 1.1 പോയിന്റുള്ള നമ്പേഴ്സ് കൊടുക്കുന്നു. അതുപോലെ 2.1, അതുപോലെ 3.1, അതുപോലെ 4.1, അതുപോലെ 5.1. അതിനുശേഷം നമുക്ക് array2 പ്രിന്റ് ചെയ്യാം. സോ നമ്മളിവിടെ array2 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം താഴെ വന്നതിന് ശേഷം നമുക്ക് array2 പ്രിന്റ് ചെയ്യാം. array2 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പോയിന്റുള്ള നമ്പേഴ്സ് ലഭിക്കുന്നതായിരിക്കും. സോ ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ ഇനി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ array2.dtype എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്ലോട്ട് 64 ആയിരിക്കും ലഭിക്കുക. സോ അത് ഡീഫാൾട്ടായിട്ട് ഫ്ലോട്ട് 64 ആയിരിക്കും. ഇനി ഉദാഹരണമായി നമ്മളിവിടെ 1.1ഉം ആദ്യത്തെ സംഖ്യ മാത്രം 1.1ഉം ബാക്കിയുള്ളതെല്ലാം നമ്മളിതുപോലെ ഇൻറ്റിജർ കൊടുക്കുകയാണെങ്കിൽ 3, 4, 5 ഇതുപോലെ ഇൻറ്റിജർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്നിരുന്നാലും നമ്മുടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഉദാഹരണം നമുക്കിവിടെ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോട്ട് 64 ആയിരിക്കും ലഭിക്കുക. സോ നമ്മൾ അറേയിലെ ഒരു വാല്യൂ മാത്രം നമ്മൾ പോയിന്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ബാക്കിയെല്ലാം
ആ ഒരു ഫ്ലോട്ട് 64 ആ ഒരു ഡാറ്റ ടൈപ്പിലോട്ട് മാറുന്നതായിരിക്കും, ഫ്ലോട്ട് 64ലോട്ട് മാറുന്നതായിരിക്കും. ഇനി നമുക്ക് മറ്റൊരു അറേ ക്രിയേറ്റ് ചെയ്യാം. അറേ 3 നമ്മളൊരു സ്ട്രിങ്ങിൻ്റെ അറേ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, കുറച്ച് ടെക്സ്റ്റ് ഉള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. സോ np.array നമ്മൾ ഇതിനുള്ളിൽ നമ്മൾ a, b, c ഇങ്ങനെ കൊടുക്കുന്നു. അതിനുശേഷം ഈ അറേ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അറേ 3 സോ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനൊരു ലിസ്റ്റിലോട്ട് മാറ്റേണ്ടതുണ്ട്. ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇവിടെ കൊടുക്കുക. അതുകൊണ്ടാണ് നമുക്ക് എറർ വന്നത്. സോ നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. U1 എന്നാണ് കാണിക്കുന്നത്, അതായത് യൂണിക്കോഡ് സ്ട്രിംഗ് എന്നാണ് കാണിക്കുന്നത്. സോ നമുക്ക് സെപ്പറേറ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ array 3.d ടൈപ്പ് എന്നതുപോലെ കൊടുക്കാൻ സാധിക്കും. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഡാറ്റ ടൈപ്പ് U1 എന്ന് ലഭിക്കും. സോ ഇത്തരത്തിൽ നമുക്കൊരു അറേയുടെ ഡാറ്റ ടൈപ്പ് നമുക്ക് ചെക്ക് ചെയ്യാം. ഡീഫാൾട്ടായിട്ട് ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ 32, ഫ്ലോട്ട് നമ്പർ ആണെങ്കിൽ ഫ്ലോട്ട് 64 ലഭിക്കുക. സോ വലിയ സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിൻ്റെ ഡീഫാൾട്ട് ടൈപ്പ് മാറുന്നതായിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഡാറ്റ ടൈപ്പ് എങ്ങനെ കൊടുക്കാമെന്നാണ്. നമ്മൾ നോർമലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉദാഹരണമായി ഈ ഒരു സംഭവം നമ്മൾ ഇവിടുന്ന് എടുത്ത് താഴെ പേസ്റ്റ് ചെയ്ത് array 4 എന്ന് കൊടുക്കുന്നു. ഓക്കെ, array 4 അതുപോലെ array 4.d ടൈപ്പ് നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഇൻറ്റിജർ 32 വരിക. സോ എനിക്ക് ഇനി വേണ്ടത് ഇത് ഇൻറ്റിജർ 8 സോ നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ കോമ കൊടുത്ത ശേഷം രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് കൊടുക്കുക. d ടൈപ്പ് എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ് d ടൈപ്പ് ഈക്വൽ ടു np ഡോട്ട് എന്താണോ നമ്മുടെ ഡാറ്റ ടൈപ്പ്, ഏത് ഡാറ്റ ടൈപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നമ്മളിവിടെ int 8 എന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം നമ്മുടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ 8 ആണ് നമുക്ക് ലഭിച്ചത്. അതുപോലെ നമുക്ക് ഇൻറ്റിജർ 64 വേണമെങ്കിൽ നമ്മളിതുപോലെ 64 എന്ന് കൊടുക്കുന്നു. ഇതുപോലെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാറ്റ ടൈപ്പ് 64 ലഭിക്കുന്നതായിരിക്കും. സോ ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഡാറ്റ ടൈപ്പിൽ നമുക്കിതുപോലെ അറേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് നമുക്ക് ഇത് ഇവിടെയായിരുന്നു കൊടുക്കേണ്ടത്. സോ തൽക്കാലം നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാം. നമുക്ക് ക്രിയേറ്റ് ആൻ അറേ വിത്ത് സ്പെസിഫൈഡ് ഡാറ്റ ടൈപ്പ് ഈ ഭാഗത്ത് വരാം. സോ റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്കിവിടെ ഡാറ്റ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റ ടൈപ്പ് ആയിരിക്കും നമ്മുടെ അറേക്ക് ലഭിക്കുന്നത്. സോ നമ്മളിവിടെ 8 കൊടുത്തു കഴിഞ്ഞാൽ 8 ലഭിക്കുന്നതായിരിക്കും. അതുപോലെ 16 ആണെങ്കിൽ 16 ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണമായി ഇനി ഞാനിവിടെ ഈ ഒരു array 4 ഇവിടെ നമ്മൾ ഫ്ലോട്ട് കൊടുക്കുന്നു. സോ ഞാനിവിടെ ഫ്ലോട്ട് 16 കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. സോ നമുക്കിവിടെ array ഫ്ലോട്ട് 16 ആണ് ലഭിച്ചത്. സോ ഉദാഹരണമായി നമ്മളിവിടെ ഈ ഒരു അറേ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ array 4 നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാം നമുക്കിവിടെ പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പോയിന്റിന് ശേഷം നമ്മളൊന്നും വാല്യൂസ് കാണിക്കുന്നില്ല, പക്ഷേ പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സെയിം അറേ നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്ത് array 5 നമ്മൾ താഴെ പേസ്റ്റ് ചെയ്ത് ഒരു array 5 ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ int 8 കൊടുക്കുകയാണെങ്കിൽ int 8 കൊടുത്ത് നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് array 5 റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ 1 2 3 4 എന്നായിരിക്കും ലഭിക്കുക, പോയിന്റ് ഉണ്ടായിരിക്കില്ല. സോ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു അറേ നമുക്ക് ഈ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഇതുപോലെ കൊടുത്ത ശേഷം np ഡോട്ട് എന്ന് കൊടുത്ത ശേഷം നമ്മുടെ ഡാറ്റ ടൈപ്പ് ഏത് ഡാറ്റ ടൈപ്പാണോ വേണ്ടത് ആ ഒരു ഡാറ്റ ടൈപ്പിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ക്രിയേറ്റ് ചെയ്യാം. ഉദാഹരണമായി ഞാനിവിടെ array 6 ഞാനിവിടെ np ഡോട്ട് array ശേഷം ബ്രാക്കറ്റിനുള്ളിൽ നമ്മളൊരു ലിസ്റ്റ് കൊടുക്കുന്നു 1, 2, 3 അതിനുശേഷം കോമ കൊടുത്ത ശേഷം നമ്മുടെ d ടൈപ്പ് നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് np ഡോട്ട് അതിനുശേഷം int 32 എന്നായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു രീതിയിലും കൊടുക്കാം. നമ്മളിവിടെ ക്യാരക്ടർ കോഡ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഉദാഹരണമായി എനിക്കൊരു int 16 ആണ് വേണമെങ്കിൽ എനിക്ക് i2 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, സോ ഞാനിവിടെ i2 എന്ന് കൊടുക്കുന്നു. i2 എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ റൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ array 6ൻ്റെ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ int 16 ലഭിക്കും. ഈ ഒരു രീതിയിലും കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് int 16 എന്നും ഇങ്ങനെയും കൊടുക്കാം. ഉദാഹരണമായി ഞാനിവിടെ int 32 എന്ന് കൊടുക്കുന്നു. int 32 അതിനുശേഷം റൺ ചെയ്യുന്നു. റൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഡാറ്റ ടൈപ്പ് ഒന്നുകൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ int 32 ലഭിക്കുന്നു. സോ ഈ ഒരു രീതിയിലും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ അറേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒരു എക്സിസ്റ്റിംഗ് അറേയെ ഉദാഹരണമായി ഒരു ഇൻറ്റിജർ 8 അറേ എനിക്കൊരു ഫ്ലോട്ട് 16 എങ്ങനെ മാറ്റാമെന്നാണ് നോക്കുന്നത്. നമുക്ക് തൽക്കാലം ഈ ഒരു അറേ ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഈ ഒരു ഇൻറ്റിജർ 8ൻ്റെ അറേ നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. സോ array 6ന് പകരം നമ്മളിവിടെ array 7 എന്ന് കൊടുക്കുന്നു. റൺ ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമുക്ക് array 7 പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് ഇൻറ്റിജർ 8 ആണ്. സോ എനിക്കിതിനെ ഇനി കംപ്ലീറ്റ് ആയിട്ട്
ഇവിടെ മാറ്റം വരുത്താതെ തന്നെ പുതിയൊരു അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കുക. ഉദാഹരണമായി ഞാനിവിടെ array 8 എന്ന് array 8 എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നു. അതിനുശേഷം എനിക്കിതിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ എനിക്കിവിടെ array 7 ഡോട്ട് ആസ് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ആസ് ടൈപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളിൽ നമുക്ക് ഏത് ഡാറ്റ ടൈപ്പിലാണോ ഇത് വേണ്ടത്, സോ നമ്മളിവിടെ ഫ്ലോട്ട് 16 എന്ന് കൊടുക്കുന്നു. ഫ്ലോട്ട് 16 എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ എൻ്റർ ചെയ്യുന്നു. സോ ഇപ്പോൾ നമുക്കിവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. അതിന് കാരണം നമ്മളിവിടെ ആസ് ടൈപ്പിന് ഉള്ളിൽ ഫ്ലോട്ട് 16 എന്ന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ മോഡ്യൂൾ കോൾ ചെയ്യേണ്ടതുണ്ട്. സോ np.float 16 എന്ന് കൊടുക്കുക. അതിനുശേഷം റൺ ചെയ്യുക. റൺ ചെയ്തതിന് ശേഷം നമുക്കിനി array 8നെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ array 8 നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ പോയിൻ്റുള്ള നമ്പേഴ്സ് ആയിരിക്കും ലഭിക്കുക. 1 പോയിൻറ്റ് 2 പോയിൻറ്റ് ഈ രീതിയിൽ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഡാറ്റ ടൈപ്പ് നോക്കിയാൽ കാണാം ഫ്ലോട്ട് 16. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു അറേയെ ഒരു ഡാറ്റ ടൈപ്പിൽ നിന്നും മറ്റൊരു ഡാറ്റ ടൈപ്പിലോട്ട് നമുക്കിതുപോലെ കൺവേർട്ട് ചെയ്യാനും സാധിക്കും. ഉദാഹരണമായി ഇതിനെ എനിക്കിനി അൺസൈൻഡ് 16ലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ സോ ഞാനിവിടെ array 9 നമുക്ക് array 7 ഡോട്ട് ആസ് ടൈപ്പ്, ഇതിനുള്ളിൽ ഞാനിവിടെ np.uint16 എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ റൺ ചെയ്യുന്നു. റൺ ചെയ്തതിന് ശേഷം നമുക്ക് array 9 പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം ഡാറ്റ ടൈപ്പ് നമുക്ക് അൺസൈൻഡ് 16 ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് 3 കാര്യങ്ങളാണ്. ഒരു അറേയുടെ ഡാറ്റ ടൈപ്സ് നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം, കണ്ടെത്താം, അതുപോലെ നമുക്ക് സ്പെസിഫൈഡ് ഡാറ്റ ടൈപ്പ് കൊടുത്തുകൊണ്ട് നമുക്കൊരു അറേ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. മൂന്നാമതായി നമ്മൾ പഠിച്ചത് ഒരു അറേയുടെ ഡാറ്റ ടൈപ്പിനെ മറ്റൊരു ടൈപ്പിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു.